ഇതിനു മുമ്പിട്ട് ഷെയർ ചെയ്ത പോസ്റ്റേഴ്സിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വിഷൻ്റെ കാര്യം. യൂണിഫോംഡ് ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ? എന്നാൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോബ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ ജോബാണ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതൊരു എക്സോട്ടിക് ജോബായി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് ആൻറ്റിസിപ്പേറ്റഡ് ജോബായി നിലനിൽക്കുന്നത്? കാരണം മോഡേൺ ട്രെൻഡ് അനുസരിച്ച് ജോബിൻ്റെ പ്രൊഫൈലിന് വന്നിരിക്കുന്ന വളർച്ചയാണ്. സാലറി സ്കെയിലിൽ വന്ന വളർച്ച മാത്രമല്ല, നമ്പർ ഓഫ് വേക്കൻസീസിൽ വന്ന വളർച്ച അല്ലെങ്കിൽ വന്ന ചേഞ്ചസ്. സോ ഇത് ഈ ജോലിയെ ഒരു എക്സോട്ടിക് ജോബായി നിലനിർത്തുന്നു. അതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു യൂണിഫോംഡ് ജോബ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു യൂണിഫോംഡ് ജോബ് ചെയ്യാൻ കഴിയും. അതിന് ഒരു യൂണിഫോംഡ് ജോബിൻ്റെ പ്രിവിലേജസും ഉണ്ടാവും, അതേസമയം തന്നെ മറ്റ് ഒരു നോർമൽ ഗവൺമെൻറ് ജോബിൻ്റെ പ്രിവിലേജസും ഉണ്ടാവും. സോ ഇത് രണ്ടും ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ജോബാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് AMVA എക്സാമിനേഷൻ ഇനി എന്നായിരിക്കും വരാൻ പോകുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയസ് എന്തായിരിക്കും, മറ്റ് കട്ട് ഓഫ് മാർക്സ് എത്രയായിരിക്കാം, എത്ര എക്സ്പെക്ട് ചെയ്യാം, എക്സാമിൻ്റെ നേച്ചർ എന്തായിരിക്കും, അത്തരം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് 21 to 36 ആണ് ഇതിൻ്റെ ഏജ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം സബ്ജക്റ്റ് ടു ചേഞ്ച് ആണ്. പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കാം. ഞാൻ ഇതിൻ്റെ ക്രൈറ്റീരിയസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരു നോൺ ഗ്രാജുവേറ്റിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോബാണ് AMVA എന്ന് പറയുന്നത്. ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമയാണ്, ഡിഗ്രി അല്ല. പക്ഷേ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഒരു സബ് ഇൻസ്പെക്ടറുടെ അല്ലെങ്കിൽ ഒരു എക്സൈസ് ഇൻസ്പെക്ടറുടെ, ഒരു ജയിലറുടെ അതേ സാലറി സ്കെയിൽ ഒരു ഡിഗ്രി ഇല്ലാത്ത ആൾക്ക് നേടാൻ കഴിയാവുന്ന ഒരേ ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് AMVA എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിൽ വരുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. 2015 നടന്ന എക്സാമിൽ ഏകദേശം 379 അഡ്വൈസുകളാണ് പോയത്. അപ്പോൾ ഒരു ജോബ് പ്രൊഫൈലിലൂടെ നിങ്ങൾ നോക്കണം, അതൊരു ഗ്രാജുവേറ്റ് ലെവൽ ജോബാണ്. പക്ഷേ ആ ജോബിന് അപ്ലൈ ചെയ്യാൻ ഗ്രാജുവേഷൻ വേണ്ട, ഡിപ്ലോമ മതി. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. മറ്റ് ക്രൈറ്റീരിയസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല, അതായത് BTech ആവശ്യമില്ല, നിങ്ങൾക്ക് ഡിപ്ലോമ മതി നിലവിലുള്ള റൂൾ അനുസരിച്ച്. 2015 ഡിപ്ലോമ ക്വാളിഫിക്കേഷനിൽ മാത്രം ജോലിക്ക് കയറിയത് 379 പേരാണ്, അതായത് 379 അഡ്വൈസുകളാണ് പോയത്. പക്ഷേ ആ ലിസ്റ്റ് ഏകദേശം 8 വർഷം നീണ്ടു നിന്നു. അതായത് 2015 വന്ന ലിസ്റ്റ് 2023 വരെ നീണ്ടു. എന്തുകൊണ്ട് അത്രയും നീണ്ടു? അതിൻ്റെ റീസൺ ആണ് ചേഞ്ചസ്. അതായത് പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. സാലറി മാറി എന്നുള്ളതല്ല, അതിന് വന്നിരിക്കുന്ന മറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ഒരുപാട് മാറി. മുമ്പ് ഈ എക്സാമിനിൽ നിന്നുള്ള ഏറ്റവും വലിയ ബാരിയർ എന്ന് പറയുന്നത് 1 ഇയർ ഗവൺമെൻറ് വർക്ക്ഷോപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ആവശ്യമില്ല. പകരം ഗവൺമെൻറ് ചെയ്ത ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവാണ് സെലക്ഷൻ കിട്ടിയ ഇൻസ്പെക്ടേഴ്സിനെ ഡയറക്റ്റ് ഫാക്ടറിയിൽ കൊണ്ടുപോയി, അതായത് വലിയ ഓട്ടോമൊബൈൽ പ്ലാന്റിൽ കൊണ്ടുപോയി അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നുള്ളത്. അതാണ് മോസ്റ്റ് എഫക്റ്റീവ്. സോ അതുകൊണ്ട് തന്നെ ഒരു വലിയ ബാരിയറും നമുക്ക് ഒഴിവായി. ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം എന്നുള്ളതല്ലാണ്ട് ബാക്കി ഒരു ബുദ്ധിമുട്ടുള്ള ക്രൈറ്റീരിയസും ഇല്ല. ഹെവി വെഹിക്കിൾ ലൈസൻസ് എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. 10,000 to 15,000 rupees ഉണ്ടെങ്കിൽ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസും എടുക്കാൻ കഴിയും. വേറെ എന്ത് കട്ട് ഓഫ് ആണുള്ളത്? ഒന്നുമില്ല. 45,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. സോ പേ സ്കെയിൽ 45,000 ആണ്, വിച്ച് ഇസ് ഇക്വലന്റ് ടു എനി ഓഫ് ദി ഗ്രാജുവേഷൻ ലെവൽ ജോബ്സ്. അപ്പോൾ ഒരു എഞ്ചിനീയറുടെ അതേ പേ സ്കെയിലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഒരു യൂണിഫോംഡ് ജോബിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ അതേ പേ സ്കെയിലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതേസമയം നിങ്ങൾക്കൊരു യൂണിഫോംഡ് ജോബ് ആയിരിക്കും, അതേസമയം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണ്ട. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം, അതായത് 2023 നടന്ന എക്സാം 2022 വന്ന നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേഷൻ നിർബന്ധമാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് അവസാന നിമിഷം അവർ ഒഴിവാക്കി, ഡിപ്ലോമക്കാർക്കും അപ്ലൈ ആവുന്ന പോലെ ആക്കിയിരുന്നു. സോ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേഷൻ കമ്പൽസറി ആക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചാൻസ്. ഈ ജോബിനുള്ള ക്രൈറ്റീരിയസ് വളരെ യൂണിക്കാണ്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അപ്ലൈ ചെയ്യുക. 2, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇതൊരു ഡിപ്ലോമ ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ എക്സാം ഒരു എഞ്ചിനീയർ ലെവലിലല്ല വരാൻ പോകുന്നത്, ഒരു ഓവർസിയർ ലെവലാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം, 100 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും പ്രോബ്ലം ചോദിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി ചോദിച്ചിരിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഫോർമുലാസ് ചോദിച്ചിട്ടുണ്ട്, ചില ഫോർമുലാസ്, പക്ഷേ ഒരു പ്രോബ്ലം പോലും വർക്കൗട്ട് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. അതിൽ ഏറ്റവും വലിയ അതൊരു ഗുണവും ദോഷമാണെന്ന് നമുക്ക് പറയാം. ഹൈ ലെവൽ പ്രോബ്ലംസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും, അതായത് ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതൊരു നല്ല പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്, പക്ഷേ എക്സാമിന് അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് വരില്ല. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ചോദിച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നാണ്.
മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ജോബിൻ്റെ പ്രൊഫൈലും ലെവലും അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ അല്ല കഴിഞ്ഞ തവണ വന്നത്. അതിൻ്റെ പ്രശ്നം എന്താണ്? കട്ട് ഓഫ് മാർക്ക് ഉയരും. ക്വസ്റ്റ്യൻ എല്ലാവർക്കും എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. സോ കട്ട് ഓഫ് മാർക്ക് വളരെ ഹൈ ആയിരിക്കും. 2015 നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം 43 ആയിരുന്നു. പക്ഷേ ഇത്തവണ കട്ട് ഓഫ് മാർക്ക് 70+ ആയിരുന്നു. ഓക്കെ, സോ അതെന്തുകൊണ്ട് വന്നു? എക്സാമിനേഷൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം ഡിപ്ലോമക്കാർക്ക് കൂടെ എഴുതാവുന്ന ലെവലിലാണ് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത എക്സാമിനേഷന് ഗ്രാജുവേഷൻ കമ്പൽസറി ആക്കുവാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേ ചെയ്യേണ്ട, എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് എക്സാം മാറും. പക്ഷേ നിലവിലെ സാഹചര്യം ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അത് ഡിപ്ലോമക്കാർക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അടുത്ത വരാൻ പോകുന്ന എക്സാമും വളരെ എളുപ്പമായിരിക്കും. ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം 30 to 40 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരുന്നു. അതായത് ഒരു പ്രിപ്പറേഷൻ ഇല്ല, നിങ്ങളുടെ ഗ്രാജുവേഷനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു 30 to 40 ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ജോബിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്തുകൊണ്ട് ഈ ജോബ് യുണീക്ക് ആയിട്ടുള്ള ഒരു ജോബാവുന്നു, അല്ലെങ്കിൽ മറ്റ് ജോബുകളിൽ നിന്ന്, ഒരു എഞ്ചിനീയർ ലെവൽ ജോബിൽ നിന്നോ അല്ലെങ്കിൽ ഒരു യൂണിഫോംഡ് ജോബായ ഒരു സബ് ഇൻസ്പെക്ടറുടെ ജോബിൽ നിന്നും ഇതെന്തുകൊണ്ട് സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുന്നു എന്നാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ജോബിൻ്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയെന്ന് നോക്കാം. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു 21 to 36 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരു നോർമൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ഏജ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. എഞ്ചിനീയേഴ്സിൻ്റെ ലെവലിന് കുറച്ചുകൂടെ കൂടും, ഇത് ഡിപ്ലോമ ലെവലും കൂടെ ആയതുകൊണ്ടാണ് ഏജ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് സബ്ജക്ട് ടു ചേഞ്ച് ആണ്. ഇത് കൺഫേം ആയിട്ടില്ല, കാരണം നോട്ടിഫിക്കേഷൻ ഈസ് യെറ്റ് ടു റിലീസ്. സോ അതുകൊണ്ട് നമുക്ക് ഈ 1990 2005 ഇടയ്ക്ക് ജനിച്ചവരെന്നുള്ളത് മേ ചേഞ്ച്. സോ ഏജ് റിലാക്സേഷൻസ് SC/STക്കും OBCക്കും ലീഗലി ഉള്ള ഏജ് റിലാക്സേഷൻസ് കിട്ടും 5ഉം 3ഉം ആയിട്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ SSLC +2, അത് അല്ലെന്നുണ്ടെങ്കിൽ 3 year ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. മിനിമം ക്വാളിഫിക്കേഷനാണ് ഡിപ്ലോമ, അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അതർ യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് PSCക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോൾഡ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓതറൈസ്ഡ് ടു ഡ്രൈവ് മോട്ടോർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അതായത് നോർമൽ ലൈസൻസ് എന്താണ്? LMV, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് കൂടുതൽ ആൾക്കാർക്ക് ഉള്ളത്. അതിനൊപ്പം നിങ്ങൾക്ക് ഹെവി ലൈസൻസ് കൂടെ വേണം. അത് എളുപ്പം എടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു 6 months മാത്രം മതി. നിങ്ങൾക്ക് സഫീഷ്യൻറ്റ് പ്രാക്ടീസും ടെസ്റ്റും. T ആണ് ടെസ്റ്റ്, വളരെ സിമ്പിളാണ്. പണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ക്ലച്ച് ബസ്സസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്യുവൽ ക്ലച്ച് വണ്ടികളൊന്നുമില്ല, സിംഗിൾ ക്ലച്ച് വണ്ടികളാണ്. നിങ്ങൾക്ക് എളുപ്പം ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റും. സോ ഹെവി ലൈസൻസ് വേണം. ഗുഡ്സ് ആൻഡ് പാസഞ്ചർ വെഹിക്കിൾ രണ്ടിനൂടെ ഒരു ടെസ്റ്റേ ഉള്ളൂ. പണ്ട് ഗുഡ്സ് വെഹിക്കിളിന് പ്രത്യേകം ടെസ്റ്റും പാസഞ്ചർ വെഹിക്കിളിന് പ്രത്യേകം ടെസ്റ്റും ഉണ്ടെങ്കിൽ ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടിനൂടെ ഒരു ടെസ്റ്റേ നടത്തുന്നുള്ളൂ. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് ബാഡ്ജ് നിർബന്ധമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബാഡ്ജ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്, ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പുരുഷന്മാർക്ക് 165 cm ഹൈറ്റും 81 cm ചെസ്റ്റും 5 cm ചെസ്റ്റ് എക്സ്പാൻഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ മിനിമം ഹൈറ്റ് 152 ആണ്. അവർക്കും സെയിം ചെസ്റ്റ് എക്സ്പാൻഷൻ കട്ട് ഓഫ് ഉണ്ട്. 2 SC/ST ഹൈറ്റിലും ഇതിലും റിലാക്സേഷൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വിഷൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചതാണ്. നമ്മുടെ ആൻറ്റിസിപ്പേറ്റഡ്, നമ്മൾ ഇതിന് മുമ്പ് ഷെയർ ചെയ്ത പോസ്റ്റേഴ്സിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വിഷൻ്റെ കാര്യം. യൂണിഫോംഡ് ജോബ് ആയതുകൊണ്ട് തന്നെ വിഷൻ ക്ലാരിറ്റി കമ്പൽസറി ആണ്. അപ്പോൾ സ്നെല്ലൻ ക്രൈറ്റീരിയ അനുസരിച്ച് 6/6 വിഷൻ ഉണ്ടായിരിക്കണം ലെഫ്റ്റിനും റൈറ്റിനും. അത് ഡിസ്റ്റൻറ്റ് വിഷൻ ആണെങ്കിൽ, നിയർ വിഷൻ ആണെങ്കിൽ 0.5 ആയിരിക്കണം. ഈ 6/6 ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. അറിഞ്ഞിടാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ഐ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ലെറ്റേഴ്സ് വലുത് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 6 layers എഴുതിയിരിക്കുന്നത്. അതിൽ ഏറ്റവും മേളിൽ വലിയ അക്ഷരം, പിന്നെ താഴെ ചെറിയ അക്ഷരങ്ങളായിട്ട് വരും. അതെല്ലാത്തിലും നിങ്ങൾക്ക് വിസിബിലിറ്റി, റീഡബിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് 6/6 എന്ന് പറയുന്നത്. 6 ലെയറും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അത് അത് ഒരു ഓഫ്താൽമോളജിസ്റ്റ് സർട്ടിഫൈ ചെയ്യണം. അതിനുള്ള ഫോമാറ്റ് കഴിഞ്ഞ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, അതുപോലത്തെ കാര്യങ്ങൾ. ഇനി 2 കാര്യങ്ങളോടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കാറ്റഗറി നമ്പർ അന്ന് നിങ്ങൾക്ക് അറിയത്, നിങ്ങളെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറി നമ്പർ വെച്ചിരിക്കുന്നത്. ഇത് 2014 വന്ന നോട്ടിഫിക്കേഷനാണ് 551. ആ എക്സാം നടന്നത് 2015. സോ അന്നത്തെ പേ സ്കെയിൽ നിങ്ങൾ നോക്കി, 16,000 ആയിരുന്നു ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് അന്ന് നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പോയത് ഏകദേശം 372 അഡ്വൈസാണ്. ഏകദേശം 7 വർഷം മുതൽ 8 വർഷം വരെ നീണ്ടു നിന്ന ഒരു വലിയ ലിസ്റ്റ് ആയിരുന്നു അത്. 7 വർഷം 2022 നോട്ടിഫിക്കേഷൻ വന്നു. സോ അത്രയും വലിയൊരു ലിസ്റ്റ് ആയിരുന്നു. 372 അഡ്വൈസുകൾ ആ കാലഘട്ടത്തിൽ പോയി.
ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും 8 വർഷം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും അത്രയും ലിസ്റ്റ് പോയെന്ന്. അല്ല, 2-3 കാര്യങ്ങൾ മാറി. മൊബൈൽ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തു. അതിലാണ് നമ്മുടെ AI ക്യാമറ അത്തരം കാര്യങ്ങൾ, പിന്നെ റോഡിൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഇതെല്ലാം വന്നത്. അതായത് പണ്ട് ഈ റോഡ് സൈഡിൽ നിന്നുള്ള ചെക്കിങ്ങും പിന്നെ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക, വണ്ടികൾ ചെക്ക് ചെയ്യുക എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് മാറി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ ജനറേഷൻ ആയിട്ട് അഡോപ്റ്റ് ആയിട്ടുണ്ട്. അവരൊരു വലിയ ചേഞ്ചിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. ഇനി ഈ വർഷത്തെ കാര്യം നോക്കാം, ഇത് പഴയതാണ്, നമുക്ക് നോക്കാം. 2020 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലേറ്റസ്റ്റ് കാര്യം നോക്കാം. ഇതാണ് ഏറ്റവും അവസാനം നടന്ന എക്സാം. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. സ്കെയിലിൽ വന്ന ഡിഫറൻസ് ഉണ്ടോ? ബേസിക് പേ 16,000 നിന്നും 45,000 മാറി. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? കേരള PSCയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് നടന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമാണ് 2014 നടന്നത്. അതിന് മുമ്പ് വരെ ഈ മിനിസ്റ്റീരിയൽ ലെവൽ സ്റ്റാഫാണ് ട്രെയിനിങ് കഴിഞ്ഞ് വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആയിക്കൊണ്ടിരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ ഒരാൾക്കോ ഡിപ്ലോമ ഉള്ളവർക്കോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. 2014 ആദ്യമായിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം നടത്തി ഡയറക്റ്റ് ആയിട്ട് PSC ആളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പേ സ്കെയിലിൽ കാര്യമായ റിവിഷൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ വന്നു. ഇനി വരാൻ പോകുന്ന പേ സ്കെയിലിൽ ഇനി വീണ്ടും റിവിഷൻ വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് 30 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ 96 അഡ്വൈസ് പോയി കഴിഞ്ഞു. സോ അപ്പോൾ ഇനി 2 വർഷം ഇൻടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 വരെയുള്ള കാര്യമാണ് ലാസ്റ്റ് അഡ്വൈസ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 1 വർഷമായി. സോ അതിനുശേഷം പിന്നെ എത്ര പോയിട്ടുണ്ടെന്ന് അറിയില്ല. സോ ഇനി ഒരു വർഷത്തിന് മേളിൽ ഈ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ നിന്ന് ഇനിയും ഇൻടേക്സ് ഉണ്ടാവും. സോ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും അഡ്വൈസസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. AI ക്യാമറസ് ഒക്കെ റീസെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടെക്നോളജീസിനനുസരിച്ച് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും കൂടുതൽ വേക്കൻസീസ് ഉറപ്പായിട്ട് റിപ്പോർട്ട് ആവും. നമുക്ക് ഈ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റ് റെഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമിൻ്റെ സ്ട്രക്ചറാണ്. ഈ റിവിഷൻ വന്നതും കഴിഞ്ഞ വർഷമാണ്. അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലാണ്. അത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത്. അതായത് എക്സാമിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയതും മുമ്പുണ്ടായിരുന്ന കുറേ ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പകരം എക്സാം റിലേറ്റഡ് ടോപ്പിക്സ് കൊണ്ടുവന്നു. അതാണ് OMR ബേസ്ഡ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പാർട്ട് 1 8 ടെക്നിക്കൽ മൊഡ്യൂൾസ്. അതിനകത്താണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ചേസിസ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് കമ്പോണൻസ് ഒക്കെ വരുന്നത്. പാർട്ട് 2 10 മാർക്കാണ്. ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ്. വളരെ സിമ്പിളാണ്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ സിമ്പിളാണെന്ന്. ലാസ്റ്റ് വരുന്ന പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അതായത് നമ്മുടെ വെഹിക്കിളിൻ്റെ റൂൾസ്, അത്തരം കാര്യങ്ങൾ, നമ്മുടെ റോഡിലുള്ള നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ, റൂൾസ്, ഇത്തരം കാര്യങ്ങളാണ് ലാസ്റ്റിൽ വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര സിമ്പിളാണെന്ന് നമ്മൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഡീറ്റെയിൽഡ് സിലബസ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ് ഒരു ടോപ്പിക്. 10 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. മിക്ക ടോപ്പിക്സും 10 മാർക്ക് തന്നെയാണ്. തെർമൽ എഞ്ചിനീയറിംഗ്. സോ ഇത് 2 ഫ്ലൂയിഡ് ആൻഡ് തെർമൽ 20 മാർക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, മെഷീൻ എലമെന്റ്സ് ഇതിൽ നിന്ന് തന്നെ അടുത്ത ഒരു 20 മാർക്ക് വരും. പിന്നെ വരാൻ പോകുന്ന മുഴുവൻ ഓട്ടോമൊബൈൽ പാർട്സ് ആണ്. അത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ, ചേസിസ്, ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇത്രേ ഉള്ളൂ. നമ്മുടെ കോർ പാർട്സ് കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് കുറച്ചുകൂടെ നമ്മുടെ റോഡിലുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് വരുന്നത്. ഇനി യൂണിറ്റ് 4 അത് ഇവിടെയാണ് നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് വരാൻ പോകുന്നത്. മോട്ടോർ വെഹിക്കിൾ ലെജിസ്ലേഷൻ ടോപ്പിക്സ് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് എപ്പോൾ ഒരു വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. നമുക്കറിയാം ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യാം. അത് എപ്പോഴൊക്കെയാണ്? ഇതെല്ലാം ഓപ്ഷൻസിലുണ്ടാവും. സോ അത്തരം കാര്യങ്ങൾ ഇത് കഴിഞ്ഞ തവണ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ ആകുമ്പോൾ എന്താവും? കട്ട് ഓഫ് കൂടും. അതുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യാതെ ഒരു എക്സാമും കിട്ടില്ല. അത് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ലാസ്റ്റ് ലൈസൻസ് റിലേറ്റഡ് ആൻഡ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്. ഇതെല്ലാം കൂടെയാണ് 20 മാർക്ക് വരുന്നത്. സോ ടോട്ടൽ 100 മാർക്സ്. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇത് വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു ജോബാണ്. മറ്റൊരു ജോബിനും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ജോബിനുണ്ട്. യൂണിഫോംഡ് ജോബാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു നോൺ യൂണിഫോംഡ് ജോബിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും, അതായത് ഹോളിഡേയ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് സാറ്റർഡേ ഹോളിഡേ ആണ്, അങ്ങനത്തെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. പക്ഷേ ഒരു യൂണിഫോംഡ് ജോബിൻ്റെ പ്രിവിലേജസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോംഡ് ജോബ് ആഗ്രഹിക്കുന്ന, എന്നാൽ സ്വന്തം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. സോ നമ്മുടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വരാൻ ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ജോബിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രൊഫൈലിനെ കുറിച്ചും നോട്ടിഫിക്കേഷനെ കുറിച്ചും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് കോഴ്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് മെൻറ്ററിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. സോ പ്രിപ്പയർ വെൽ, ആൻറ്റിസിപ്പേറ്റ് വെൽ ആൻഡ് ഡു യുവർ ബെസ്റ്റ്.